24-ൻ്റെ ലോഗോ ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കി അതിൻ്റെ ബോക്സ് പോലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പ്രചരിപ്പിച്ചു. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് 24 ഓൾറെഡി പറഞ്ഞിരുന്നു. പുന്നപ്ര പോലീസിൽ ജി സുധാകരൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതിൽ പറയുന്ന ഫേക്ക് വാർത്ത എന്താണെന്നറിയാമോ? ജി സുധാകരനും ഭാര്യയും കുംഭമേളയിൽ സ്നാനം ചെയ്തു എന്നാണ്. തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചതായിരിക്കും. അദ്ദേഹത്തെ താറടിക്കുക, അദ്ദേഹത്തെ അപമാനിക്കുക എന്ന് കരുതിയാണ് 24-ൻ്റെ ലോഗോ ഒക്കെ വെച്ച് ഈ വ്യാജ വാർത്ത ആളുകൾ പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ പൊലിമയോ അദ്ദേഹത്തിൻ്റെ ഖ്യാതിയോ ഇല്ലാതാകില്ല എന്ന് അതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ചരിത്രമാണ്. ജി സുധാകരൻ നടന്ന വഴികളിൽ അഴിമതിയുടെ കാരമുള്ളകളില്ലായിരുന്നു. മനീഷ് മഹിപാലിച്ചിരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, അത്യന്തം ഖേദകരം, പ്രതിഷേധാർഹമായ നടപടിയാണ് ആളുകൾ ചെയ്തത്. പറയൂ. SKN ഈ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യ സ്നാനം നടത്തി ജി സുധാകരൻ മാത്രമല്ല, ജി സുധാകരൻ്റെ ഭാര്യ ജൂബിലി ടീച്ചറും ഇവർ രണ്ടുപേരുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളടക്കം 24-ൻ്റെ ലോഗോയും 24-യുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളൊക്കെ തന്നെ കൊണ്ട് ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ജി സുധാകരൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല, അത് വെറുതെ പൊക്കോട്ടെ എന്ന രീതിയിൽ നിന്നു. പക്ഷേ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലടക്കം ജി സുധാകരൻ ഈ രീതിയിൽ ഒരു കുംഭമേളയിൽ പങ്കെടുത്തു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഈ രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരു കാസർഗോഡ് സ്വദേശിയാണ് അയാളാണ് ഇതിന് പിന്നിൽ എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ ജി സുധാകരൻ സാങ്കേതികമായി തന്നെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഭാഗമായിട്ടാണ് ഇന്ന് പുന്നപ്ര പോലീസിൽ പരാതി കൊടുക്കും. ഈ ഭാര്യ ജൂബിലി ടീച്ചറും ഇത് സംബന്ധിച്ച് ഈ കേസിൻ്റെ ഭാഗമാകും. ഇവരുടെ മൊഴി പുന്നപ്ര പോലീസ് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ജി സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ 24 ന്യൂസ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് വ്യാജ പ്രചരണമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള പുതിയൊരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. SKN ജി സുധാകരൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത്, അങ്ങ് ഇതൊന്നും കണ്ട് മൂടാവരുത്. പക്ഷേ നിയമപരമായി നടപടിയെടുക്കണം. പോലീസ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടെത്തുകയും നിയമപരമായി നമുക്ക് നൽകാൻ കഴിയുന്ന ശിക്ഷ നൽകുകയും വേണം. ജി സുധാകരനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും കുറച്ച് വിഷമിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള ഈ പാഴ്നിലാവുകൾ സമൂഹത്തിലുണ്ട്. അവർ കൂടി ഉൾപ്പെട്ടതാണ് കേരളം എന്ന് മനസ്സിലാക്കുക. എനിക്കറിയാം, അങ്ങ് ഉപദേശിക്കേണ്ട കാര്യമില്ല, എന്നാൽ പോലും ഞാനിന്ന് പറഞ്ഞതേ ഉള്ളൂ.